السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا ولت حيرتنا أدركنا يا رسول الله. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, അൽഖലം അക്കാദമിയുടെ വൈജ്ഞാനിക വേദിയിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവിടുത്തെ കുറിച്ചുള്ള ചില ജീവചരിത്രങ്ങൾ, അത്യുന്നത സ്ഥാനത്തെത്തിയ മഹദിയുടെ ജീവിത വഴികൾ, ഇതെല്ലാം വളരെ ബൃഹത്തായ എന്നാൽ ഹ്രസ്വമായ രൂപത്തിൽ ചർച്ച ചെയ്യുക എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബീവി നഫീസ റളിയല്ലാഹു അൻഹയെ പറ്റി വിശദീകരിക്കുന്നതിന് മുമ്പ്, അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഈ പഠന സംവിധാനം അൽഖലം അക്കാദമി ഒരുക്കിയിരിക്കുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് ക്ലാസ് ഉണ്ടാകും. അതിനപ്പുറം മത്സര പരീക്ഷകൾ, ഈ ക്ലാസ്സുകൾ അടിസ്ഥാനപ്പെടുത്തി ഇതിൽ പറയുന്ന വിഷയങ്ങൾ, ഇതിൽ പറയുന്ന പ്രധാന പോയിന്റുകൾ, ഇതിൽ പറയുന്ന പാഠങ്ങൾ, പേരുകൾ, വർഷങ്ങൾ, ആളുകളുടെ, പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ അതിൽ ധരിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ തുടങ്ങി നാം നോട്ട് ചെയ്യൽ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുത്ത് അതെല്ലാം മത്സര പരീക്ഷകൾ വരുമ്പോൾ ഊന്നി പഠിക്കണം. എന്നിട്ട് വലിയ വിജയം നമ്മൾ നേടണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തുടക്കത്തിൽ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒഴിവുകൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, എൻഗേജ് ആവുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഫൈദാ ഫറഅത ഫൻസബ്. നബിയെ, ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്ക് വേഗം എൻഗേജ് ആവുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഇൽമ നുകരാൻ വേണ്ടി, ഇൽമ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയാൽ അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ക്ലാസ്സുകൾ ജീവിതത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഉൾപ്പെടുത്തും, അത് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. മഹദിമാരായ ആസിയ ബീവി ആണെങ്കിലും, ഖദീജ ബീവി ആണെങ്കിലും, ബീവി റാബിയത്തുൽ അദവിയ മഹദി റളിയല്ലാഹു അൻഹ ആണെങ്കിലും, ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആണെങ്കിലും, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആണെങ്കിലും, ഈ മഹദിമാരൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്ന മാർഗവും അവരുടെ ചിട്ടയും ആ ജീവിത രീതിയും, തഖ്വ, ഇഖ്ലാസ്, ഇതൊക്കെ നാമും ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് നമുക്കും വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം ആത്മാർത്ഥത, ഇഖ്ലാസ്, തഖ്വ, അള്ളാഹിനെ കുറിച്ചുള്ള പേടി അവർ ജീവിതത്തിൽ കൈകൊണ്ടിട്ടുണ്ടോ, അവരുടെ വേഷവിധാനത്തിൽ, അവരുടെ ഭക്ഷണ രീതികളിൽ, അവരുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലെല്ലാം വിശ്വാസത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ പറ്റി പറയുമ്പോൾ അത് നമ്മൾ ഈ ക്ലാസ് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമാണ് നമുക്കുള്ളത്. ഈ 2 ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒഴിവുകൾ കണ്ടെത്തി, ഒഴിവുകൾ ഉണ്ടാക്കി പഠിക്കുക എന്നതാണ് ഏറ്റവും മികച്ചത്. കാരണം ഒരാളെയും ഒഴിവ് ഇങ്ങോട്ട് തേടി വരില്ല. ഒഴിവ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പുസ്തകവും നോട്ട് പുസ്തകവും പേനയുമൊക്കെ
പ്രത്യേകം സജ്ജമാക്കി ക്ലാസ്സിന് ഇരിക്കുക. ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യുക. മാത്രമല്ല പ്രധാനപ്പെട്ടതാണെങ്കിൽ അതിനടി കുറിപ്പ് എഴുതുകയോ ലൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ പിന്നീട് നമുക്ക് എക്സാമിന് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ആ നോട്ട് വൃത്തിയിൽ അവിടെ സൂക്ഷിച്ച് വെച്ചാൽ നാം എഴുതിയത് നമ്മുടെ മക്കൾക്കോ പരമ്പരയിലോ മറ്റൊക്കെ ഉപകാരപ്പെടും. അത് വായിച്ചാൽ ഭാവിയിൽ നമുക്ക് തന്നെ വായിച്ചു നോക്കിയാൽ വളരെ ഉപകാരപ്പെടും നോട്ട്. ആ വിധത്തിൽ ഈ ക്ലാസ്സുകളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം, അവിടുത്തെ തർബിയത്ത്, ആത്മീയ തർബിയത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പറ്റി പല കിതാബുകളും ഗ്രന്ഥങ്ങളും ഉണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോടംപോയ ബാവുസ്താദ് അവിടുത്തെ തിരുകരങ്ങളെ രചിച്ച സയ്യിദത്തു നഫീസത്തുൽ മിസ്രിയ എന്ന ഗ്രന്ഥം ഇത് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുക എങ്കിലും അതിന് പുറത്തുള്ള പല ചരിത്രങ്ങളും വിഷയങ്ങളും പോയിന്റുകളൊക്കെ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ നൽകുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കുറഞ്ഞ സമയം ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമല്ലേ ഉള്ളൂ, ആ സമയം ആ ദിവസങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുന്നതോടുകൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പരീക്ഷയ്ക്ക് വളരെ ഈസിയായി നമുക്കത് കൈകാര്യം ചെയ്യാനും സാധിക്കും. എക്സാം എഴുതാനും അറ്റൻഡ് ചെയ്യാനും എഴുതാനും ഒക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സെഷനിൽ നമ്മൾ പ്രാരംഭം എന്നോളം അതിൻ്റെ ഒരു ആമുഖം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ കാര്യം അബുത്തർ ബർക്കത്തില്ലാത്തതാണ്, ബർക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോയതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വിഷയത്തിലും നമ്മൾ ബിസ്മിയും അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം അൽഹംദുലില്ലാഹ്, ഹംദ് ചൊല്ലാതെ അല്ലാഹുവിനെ വാഴ്ത്താതെ സ്തുതിക്കാതെ ഏത് കാര്യം തുടങ്ങിയാലും അത് കിതാബ് ഓതുമ്പോൾ എന്നല്ല, പുസ്തകം വായിക്കാൻ ഒരു വിഷയം തുടങ്ങുമ്പോൾ എന്ന് മാത്രമല്ല, ഒരു ക്ലാസ്, മദ്രസ, സ്കൂൾ, ദർസ്, കോളേജുകൾ, അധ്യായ വർഷങ്ങൾ തുടങ്ങുമ്പോൾ എന്ന് മാത്രമല്ല, നാം ഏത് വീട്ടുകാര്യങ്ങൾ ചെയ്യുമ്പോൾ വരെ ബിസ്മി ചൊല്ലിയിട്ടാണെങ്കിൽ അതിലൊരു ബർക്കത്ത് അതിൻ്റെ അവസാനം വരെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഇവിടെ ചൊല്ലിത്തരുന്നത് എല്ലാവരും ഏറ്റു ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈൻ ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഇത്രയും ഏറ്റു ചൊല്ലി അതിനുശേഷം ഈ പറഞ്ഞത് കൂട്ടിച്ചേർക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ തയ്യിബ വഖൽബൻ ഖാശിഅ. റബ്ബി സിദ്നാ ഇൽമ, റബ്ബി സിദ്നാ ഇൽമ, റബ്ബി സിദ്നാ ഇൽമ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ ولأساتذتنا ولجميع المؤمنين والمؤمنات ولمصنفي الصالحين. اللهم انفعنا بهم في الدارين وبعلومهم وأسرارهم وأنوارهم وبركاتهم يا ذا الجلال والإكرام. ഇത്രയും ചൊല്ലി നല്ല നിയ്യത്തോടു കൂടി നമ്മുടെ ഈ വിഷയങ്ങൾ കൊടുക്കുക. ആഴ്ചയിലുള്ള ക്ലാസ്സുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ. ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. സൂറത്ത് ഹുജറാത്തിലാണ് ഈ പരാമർശമുള്ളത്.
അതിന്റെ അവസാനത്തിൽ പടച്ച റബ്ബ് ഇങ്ങനെ പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളത് ഏറ്റവും തഖ്വ ഉള്ളവർക്കാണ്. തഖ്വ ഉള്ളവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷ്മതയോടുകൂടെ അവൻ കാണുമെന്ന ചിന്തയിലൂടെ ജീവിക്കുന്നവർക്കാണ്, അവരാണ് ഏറ്റവും അള്ളാഹുവിനോട് അടുത്തത് വലിയ സ്ഥാനത്തുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ അതിൽ ആണും പെണ്ണ് എന്നിങ്ങനെ വ്യത്യാസമില്ല. അള്ളാഹിന്റെ അടുക്കൽ അമലുകൾ തൂക്കി നോക്കുമ്പോഴും പ്രതിഫലം നൽകുന്ന സമയത്തും ഒന്നും ആണെന്നോ പെണ്ണെന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല. അത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കും. അപ്പം ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല, മമ്പുറന്തങ്ങളെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മടവൂർ സിയംബലില്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് മഹാനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നിസാമുദ്ദീൻ ഔലിയ, അജ്മീർ ഖാജ, അതുപോലെ ഷെയ്ഖ് ദീനാനി തങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ തുടങ്ങി ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത മഹാന്മാരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹദികൾ, നഫീസുൽ ബിസ്രി അടക്കം, റാബിയത്തുൽ അദവിയ അടക്കം, ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം എത്രയോ മഹദികൾ നമ്മുടെ മലബാറിൽ ഏരിയകളിൽ, കേരളത്തിൽ അങ്ങും ഇങ്ങും തന്നെ എത്രയോ മക്കാമുകൾ നമുക്ക് കാണാം, ഒരുപാട് മഹദികളുടേത്. അപ്പം ഇബാദത്ത് കൊണ്ട് ആണായി ജനിച്ച ആളുകൾ, ആണായി പിറന്നവർ മാത്രമല്ല ഉയർന്ന സ്ഥാനത്തെത്തുക. സ്ത്രീകളും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളും വനിതകളും വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് അനുഭവങ്ങളും രേഖകളും നേർരേഖകളും നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ആ സ്ഥാനത്തെത്തിയത് അവരുടെ ഇബാദത്തുകളെ കൊണ്ടും തഖ്വ കൊണ്ടുമാണ്. ഇബാദത്ത് മാത്രം ഉണ്ടായാൽ പോരാ, ആത്മാർത്ഥ മനസ്സിൽ നിന്ന് ചാലിച്ചെടുക്കുന്ന രൂപത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യണം. അതിലെല്ലാം തഖ്വയുമാണ്. ആ രൂപത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഏതൊരാളാണെങ്കിലും പെണ്ണാണെങ്കിലും ഉന്നത സ്ഥാനത്തെത്തും. അള്ളാഹിന്റെ പൊരുത്തം തേടുക, അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൽ ആണും പെണ്ണും സമമാണ്. അപ്പൊ അള്ളാഹിന്റെ അടുക്കൽ ആണിന് മുന്തിയൊരു സ്ഥാനം, പെണ്ണിനൊരു വേക്ക് സ്ഥാനം, അങ്ങനെ മാറ്റി നിർത്തുന്ന സ്വഭാവം വിശുദ്ധ ഇസ്ലാമിലില്ല. പെണ്ണാണ് കൂടുതൽ അമൽ ചെയ്യുന്നതെങ്കിൽ ആണ് ചിലപ്പോൾ പരാജയപ്പെടും, പെണ്ണ് ജയിക്കും. മനസ്സിലായോ? അപ്പം സ്ത്രീകൾക്ക് മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറ്റുള്ള ആണുങ്ങളെക്കാൾ പുരുഷന്മാരെക്കാൾ മഹത്വമുണ്ട് ആയിഷ ബീവിക്ക്, മഹദിക്ക്. അപ്പോൾ നമ്മെപ്പോലുള്ള സാധാരണ ആളുകളെക്കാൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് മഹത്വമുണ്ട്. അതിന്റെ പെണ്ണല്ലേ അതിന്റെ മഹത്വം. അതാ പറഞ്ഞത്. ഫള് അനുസരിച്ച്, ശ്രേഷ്ഠത അനുസരിച്ച്, തഖ്വ അനുസരിച്ച് സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാൾ സ്ഥാനമുണ്ടാവും അള്ളാഹിന്റെ അടുക്കൽ. കാരണം അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ അജ്സാമിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഒരിക്കലും അല്ലാഹു തആല നമ്മുടെ ഈ പുറമോടിയിലേക്കോ നിറത്തിലേക്കോ വർഗത്തിലേക്കോ നമ്മുടെ തറവാട്ടിലേക്കോ നമ്മുടെ സമ്പത്തിലേക്കോ ഒന്നും നോക്കുന്നില്ല. മറിച്ച് നമ്മുടെ ഉള്ളിൽ തഖ്വ ഉണ്ടോ, അകക്കാമ്പുണ്ടോ, അതാണ് നോക്കുന്നത്. അപ്പോൾ പെണ്ണാണ് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുക്ക് ഇഷ്ടപ്പെടും. അതാണ് വലിയാവുക, വലിയത്താവുക, വലിയ സ്ഥാനം വെട്ടിപ്പിടിക്കുക, കറാമത്തുണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു പക്ഷേ സ്ത്രീകൾക്കായിരിക്കും ആണുങ്ങളെക്കാൾ അവരുടെ കർമ്മം അനുസരിച്ച് ഉന്നതി ഉണ്ടാവുക. അപ്പൊ ബീവി നഫീസ റളിയല്ലാഹു അൻഹ അതിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലും ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ശിഷ്യന്മാരെ പറഞ്ഞേക്കാറുണ്ട് മഹദി നഫീസ മിസ്രി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക്. പല മഹാന്മാരും അങ്ങനെ സ്ത്രീകളാകുന്ന മഹദികളുടെ അടുത്തേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി, ദ്വാരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാറുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ മിസ്ർ ഭാഗങ്ങളിലും ആ സമീപ അറബിയൻ നാടുകളിലുമുള്ള മയ്യത്തുകളൊക്കെ മരിച്ചതിന് ശേഷം നഫീസ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ഖബറിങ്ങൾ കൊണ്ടുവന്നിട്ടാണ്
പിന്നീട് കൊണ്ടുപോയി മറവ് ചെയ്യുന്ന സമ്പ്രദായമുള്ളത്. അതെന്തുകൊണ്ട്? മഹദിയുടെ സ്ഥാനമാണ്, തഖ്വയാണ്, ഇഖ്ലാസാണ്, അള്ളാഹുമായിട്ടുള്ള അടുപ്പമാണ്. അവിടുന്ന് അറിയപ്പെട്ട ചില മേഖലകളുണ്ട്. ഒന്ന് സുഹൃദാണ്, ഭൗതിക പരിത്യാഗം. നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ പ്രശസ്തയായ അവിടുത്തെ ജീവിതം തിരിച്ചുവിട്ട 4-5 കാര്യങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുഹൃദ്, ഭൗതിക പരിത്യാഗം. ഈ ദുനിയാവിനെ മഹദി ഒഴിവാക്കി എന്നത്. വലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതന. അള്ളാഹ്ക്ക് ചില ഇഷ്ടപ്പെട്ട ഔലിയാക്കളുണ്ട്, അവർ ദുനിയാവിനെ ഒഴിവാക്കിയിരിക്കുന്നു, ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു. അതാണ് ബീവി നഫീസ മിസ്രി റളിയല്ലാഹു അൻഹ കൊട്ടാരം പോലും വിട്ടൊഴിഞ്ഞ് ബൽഖ എന്ന ആ നാട് മുഴുവൻ ഒഴിവാക്കിയിട്ടാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. സുഖ സൗകര്യങ്ങൾ, ആഡംബരങ്ങൾ, ദുനിയാവിന്റെ മേച്ചിൽപ്പുറങ്ങൾ, പച്ചയായ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇറങ്ങിത്തിരിച്ചത്. അതുപോലെ ഇറങ്ങിത്തിരിച്ചവരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കളൊക്കെ. ആ കണ്ണിൽപ്പെട്ട വനിതയാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹ. രണ്ടാമതായി ബീവിക്കുള്ള മറ്റൊന്ന് വറആണ്, സൂക്ഷ്മത. ഒരു മുഅ്മിനായ മനുഷ്യൻ, ആണാണെങ്കിലും മുഅ്മിനത്തായ പെണ്ണാണെങ്കിലും, ജീവിതത്തിൽ ഭക്ഷിക്കുന്ന ഭക്ഷണമടക്കം, കുടിക്കുന്ന വെള്ളമടക്കം ഹലാലാണോ ഹറാമാണോ, എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള സൂക്ഷ്മത എത്രത്തോളം ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് മരണപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പേടിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, ചിന്തിക്കുക. എന്നിട്ട് ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കൈയൊക്കെ ഒന്ന് അങ്ങും ഇങ്ങും വീശി എക്സസൈസൊക്കെ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഉറക്കച്ചടവോടുകൂടി ഈ ക്ലാസ് നിങ്ങൾ കേൾക്കരുത്. മുഖം കഴുകി കാമിലായ വുളൂ ചെയ്യാൻ കഴിയുമെങ്കിൽ വുളൂക്കെ ചെയ്തിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരുന്നാൽ ഉഷാറായി. ആദ്യത്തെ ക്ലാസ്സാണ്. നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൽമ പഠിക്കാനിരിക്കുമ്പോൾ വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഖുർആൻ ഓതുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ വുളൂ ചെയ്യാറുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൽമ പഠിക്കാനിരിക്കുമ്പോൾ വുളൂ ചെയ്യുക എന്നുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരി എന്ന ഹദീസ് കിതാബിൽ ഓരോ ഹദീസും വെച്ചത് വുളൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ്. അത്രത്തോളം 6000-അധികം അത്രത്തോളം ഹദീസുകൾ ഇമാം ബുഖാരി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വുളൂഓട് ക്ലാസ് നിങ്ങൾ ഇരിക്കുമ്പോൾ വുളൂഓട് കൂടി ഇരുന്നാൽ ഉഷാറായി. വളരെ പുണ്യമുള്ള കാര്യമാണ്, ഇബാദത്തുമായി തീരും. നല്ല മനസ്സോടുകൂടി ഇരിക്കുക. ഡൗട്ടുള്ള ഭാഗങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുള്ള സംവിധാനം ഈ അക്കാദമി കണ്ടെത്തുന്നതാണ്, അക്കാദമിയിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അഡ്മിൻസുമായി ബന്ധപ്പെട്ട്, ഗ്രൂപ്പുകളുടെ അഡ്മിൻസുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ നിങ്ങൾ ദൂരീകരിക്കണം. ഒരു സംശയവും മനസ്സിൽ അവിടെ നിയലിച്ചു നിൽക്കാൻ പാടില്ല, ഇങ്ങനെ മുയച്ചു നിൽക്കാൻ പാടില്ല. അതപ്പോൾ തീർക്കണം. കാരണം ഇൽമിൻ്റെ വിഷയത്തിൽ നാണമുണ്ടാകാൻ പാടില്ല, പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് സൂക്ഷ്മത. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും കൂടുതൽ പേടിച്ചത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോൾ, അന്നത്തെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ചുറ്റുഭാഗവും മറക്കപ്പെട്ടതായിരുന്നില്ല. ഇന്നത്തെ റൗണ്ട് ആകൃതിയിൽ പോലെയുള്ള പുറം ആളുകൾ കാണാൻ പറ്റാത്ത രൂപത്തിലുള്ളതായിരുന്നില്ല അന്നത്തെ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ കട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് 4 ആൾ കാണുമല്ലോ. എൻ്റെ ശരീരത്തിൻ്റെ, ഫാത്തിമയുടെ ശരീരത്തിൻ്റെ വടിവും അതിൻ്റെ ചുളിവും ആകാരവും ഭംഗിയും വണ്ണവും എല്ലാം അന്യപുരുഷന്മാർ കാണില്ലേ. ജീവിതകാലത്ത് ഒരന്യപുരുഷൻക്ക് പോലും നോക്കാനോ കാണാനോ അവസരം ഒരുക്കാത്ത താൻ മരിച്ചു കഴിഞ്ഞാൽ, പടച്ചറബ്ബേ, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗവും വടിവ് ഒരന്യപുരുഷൻ കണ്ടുപോയാൽ നാളെ എൻ്റെ മുമ്പിൽ ഞാൻ എന്ത് മറുപടി പറയും എന്നാണ്
ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിന്തിച്ചത് അതെന്തായിരുന്നു? അവിടുത്തെ വറഅ് എന്നാണ് അതിന് പറയാ, സൂക്ഷ്മത. സൂക്ഷ്മതക്ക് അറബിയിൽ വറഅ് എന്ന് പറയും. അത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ഇന്ന് കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും നമ്മുടെ ആഘോഷങ്ങളിലുമെല്ലാം അതിര് കടന്നിരിക്കുകയാണ്. നമുക്ക് പേടിയില്ല, അള്ളാഹു കാണുമെന്നോ അള്ളാഹു ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്നോ നമുക്ക് ചിന്തയില്ല. കാരണം സൂക്ഷ്മ നഷ്ടപ്പെട്ടു പോയി, ലജ്ജ നഷ്ടപ്പെട്ടു പോയി. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ലജ്ജയാണ്. എൻ്റെ മുടി ഒരാൾ കാണുമോ, ലജ്ജ വേണം. എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം, തൊലി നിറം അന്യപുരുഷൻ കാണുമോ, ലജ്ജ വേണം. ഇന്ന് ആകാരഭംഗി പോയിട്ട് ശരീരം മുഴുവൻ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, ഇറുകിയ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. എന്തിനാണ് മോളെ നീ കാരണത്താൽ ഒരാളുടെ മനസ്സിൽ ദുർചിന്തകൾ കൊണ്ടുവരുത്തിക്കുന്നത്? അതിൻ്റെ കുറ്റം നിനക്കാണ്. അങ്ങനെ ഒരാൾ ദുർചിന്ത മനസ്സിൽ വന്നാൽ അതിലൂടെ അയാൾ മറ്റ് തമ്മാടിത്തരത്തിലേക്കോ അയാൾ നീങ്ങിയാൽ അതിൻ്റെ കുറ്റം നീ പേറേണ്ടി വരും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം പോലും പൂശൽ ഹറാമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത്. ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം പൂശാൻ പാടില്ല. അതിൻ്റെ ഹറാമായത് അത് ഹറാമായത് അതിൻ്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് ഒരു പക്ഷേ നിന്നിലേക്ക് വശീകരിക്കപ്പെടാം, നിന്നിലേക്ക് ആകർഷണീയത തോന്നാം ഒരു അന്യപുരുഷന്. നീ പോകുന്ന വഴിയോരങ്ങളിലെല്ലാം ആ സ്മെല്ല്, അത്തറിൻ്റെ സ്മെല്ല്, സ്പ്രേൻ്റെ സ്മെല്ല്. ഇന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സ്പ്രേ അടിച്ചിട്ടാണ് പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ബസ്സിൽ കയറിയാൽ സ്ത്രീകളുടെ ഭാഗത്ത് സ്പ്രേ, അതിൻ്റെ ഗന്ധം. റോഡ് സൈഡുകളിൽ സ്ത്രീകളുടെ സ്പ്രേൻ്റെ ഗന്ധം, അതടിച്ചിട്ടാണ് ആണുങ്ങൾ നടക്കുന്നത്. അതിലൂടെ വശീകരിക്കപ്പെടുന്നു, ചിന്തകൾ മാറിപ്പോകുന്നു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ തെറ്റ്, ആ കുറ്റം പേറേണ്ടത് പെണ്ണ നീയാണ്. അതുകൊണ്ടാണ് സുഗന്ധം മുഷ്ല ഹറാമാന്ന് പറഞ്ഞത്. അതുകൊണ്ട് വസ്ത്രത്തിൽ നമുക്ക് സ്റ്റാറ്റസ് വേണം, ഭംഗി. നമ്മൾ പുറത്ത് കാണിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കണം. ആ വിഷയത്തിൽ നമുക്ക് സ്റ്റാറ്റസ് വേണം. സ്റ്റാറ്റസുകൾ, വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ പോലും സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്ന അവസരമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സൂക്ഷ്മത അത്യാവശ്യമാണ്. അതാണ് ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചരിത്രം നമ്മൾ പറഞ്ഞത്. അതിലേറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഉദാഹരണമായിരുന്നു നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ. ഇൻഷാ അല്ലാഹ് അവിടുത്തെ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ എത്രത്തോളം മഹദിയുടെ സൂക്ഷ്മത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. മൂന്നാമതായി മഹദിക്കുള്ള പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ഇബാദത്താണ്. രാത്രിയിലൊക്കെ നിന്ന് നിസ്കരിക്കും. എത്രത്തോളം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞില്ലേ, അവിടുത്തെ കാലുകൾ പോലും നീര് കെട്ടിയിരുന്നു രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച്. മുത്ത് റസൂലുള്ളാഹിന്റെ ചര്യയാണ് രാത്രിയിൽ ഖിയാമുൽ ലൈൽ, രാത്രിയെ സജീവമാക്കുക എന്നുള്ളത് ഇബാദത്തുകൾ കൊണ്ട്. മഹദി അങ്ങനെയായിരുന്നു, രാത്രിയിൽ നിസ്കരിക്കുക, പകലിൽ ഇബാദത്ത്, അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകിയിരുന്നു. മറ്റൊന്ന് മുസ്തജാബത്തു ദഅവ, ദുആ ചെയ്താൽ മഹദിക്ക് ഉത്തരം കിട്ടുമായിരുന്നു. എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ ക്ലാസ് കേൾക്കുകയാണല്ലോ, നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ദുആ ചെയ്താൽ എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമോ? ആ ക്വാളിറ്റി എനിക്കുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ചില ഉമ്മമാരുണ്ട്, ചില സഹോദരിമാരിൽ പലരും ഉണ്ട് ദുആക്ക് ഇജാബത്തുള്ളവർ. കാരണം അവരുടെ നാവ് എപ്പോഴും ദിക്റിലാണ്, അല്ലെങ്കിൽ അവരുടെ നാവ് എപ്പോഴും സ്വലാത്തിലാണ്. അങ്ങനെയുള്ള എത്രയോ സഹോദരിമാരുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. കാരണം അള്ളാഹിനെ പേടിച്ച് വസ്ത്രധാരണത്തിലും ജീവിതശൈലിയിലും ചിട്ടയിലും അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും ആയതുകൊണ്ടാണ്. മഹദി എപ്പോ ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. അതിന് ഒരുപാട് തെളിവുകൾ ചരിത്രത്തിൽ കാണാം. അപ്പൊ മഹദി അവരുടെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ ജീവിതം മഹദിയുടേതുപോലെ ആ സ്ഥാനത്ത് എത്താനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊരാളുടെ മഹാന്മാരുടെ മഹദിയുടെ ചരിത്രം കേൾക്കുമ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് എത്താൻ കഴിയുമോ? ഇബാദത്ത് ചെയ്ത് പരിശ്രമിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ചാൽ ആർക്കും വലിയ സ്ഥാനങ്ങൾ കീഴ്പ്പെടുത്താൻ സാധിക്കും, എത്ര വലിയ ദർജയിലും എത്താൻ സാധിക്കും. അത് നമ്മുടെ ഇബാദത്തുകളുടെ പരിശ്രമം അനുസരിച്ചാണ്. ഇന്നത്തെ ഈ ആദ്യ ക്ലാസ്സിൽ നാം പ്രധാനമായും ഈ പഠിച്ച ഈ ആമുഖം, അതിൽ പ്രധാനപ്പെട്ടതൊക്കെ നോട്ട് ചെയ്തു വെക്കുക.
പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ നാമത്തെക്കുറിച്ചും അവിടുത്തെ ഉപ്പ ആര്, ഉപ്പാന്റെ ഉപ്പ ആര് എന്ന വിഷയം മാത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നഫീസ എന്നാണ് അവിടുത്തെ പേര്. അൽ മിസ്രിയ എന്നുള്ളത് മിസ്റിൽ ജനിച്ചത് കൊണ്ട് മിസ്റിലേക്ക് ചേർത്തി പറയുന്നതാണ്. മിസ്ർ ഇന്ത്യയിൽ ജീവിച്ച ആളുകൾക്ക് നമ്മൾ ഹിന്ദിയ എന്ന് പറയാം അല്ലെ. ഖദീജ അല്ലെ ഹിന്ദിയ, എന്താ ഹിന്ദ് എന്ന ഇന്ത്യയിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്നു. ചില കവയത്രികളെ പറ്റി സൗദിയിലൊക്കെ ജനിച്ച പറ്റി സൗദിയ എന്ന് പറയാറുണ്ട്. അതുപോലെ ബീവി നഫീസ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തിയിട്ടാണ് അൽ മിസ്രിയത്ത് എന്ന് ചേർത്തി പറയുന്നത്. ആ നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് അങ്ങനെ മിസ്രിയത്ത് എന്ന പേര് വന്നത്. അതിന് നസബ് എന്ന് നമ്മൾ അറബിയിൽ പറയും, നാട്ടിലേക്ക് ചേർത്തി പറയാം. നഫീസ എന്നുള്ള പേരിന്റെ അർത്ഥം മൂല്യമുള്ളത് എന്നാണ് അറബിയിൽ നമ്മൾ പറയല്. അറബി ഭാഷയിൽ മൂല്യമുള്ളത്. ആ പേര് വളരെ ശ്രേഷ്ഠമുള്ളത് പോലെ അത് വെച്ച കുട്ടികളിലും മഹദിയുടെ പൊരുത്തവും സ്നേഹവും ഉണ്ടാവും. അതാണല്ലോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്നാണ്. ആ മുഹമ്മദ് എന്നുള്ള പേര് ഞാൻ വെച്ചതുകൊണ്ട് അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി, അതിൻ്റെ ബർക്കത്ത് ഞാൻ കണ്ടു. ആ പേര് മുഹമ്മദ് എന്നുള്ള പേരിൻ്റെ എല്ലാ പ്രത്യേകതയും അത് വെച്ച ആളുകൾക്ക് ഉണ്ടാകും. അവർ ആഖിറത്തിൽ നിരാശപ്പെടുകയില്ല, അവർക്കൊന്നും നഷ്ടപ്പെടുകയില്ല എന്ന് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിൻ്റെ പേരിലുള്ള പൊരുളാണ്, പേരിലുള്ള മഹത്വമാണ്. അതുപോലെയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേര് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ വെക്കണം. പുതിയ പുതിയ പേരുകളാണ് ഇന്ന് ഇട്ടുകൊണ്ടുപോയിരിക്കുന്നത്. പെൺകുട്ടികളുടെ പേര് കേട്ടാൽ നമ്മൾ അന്താളിച്ചു പോകും. പാത്രം വീണാൽ ഉണ്ടാകുന്ന ശബ്ദം അതുപോലും പേരായി പോകുന്ന ഒരു കാലമാണ് ഇന്ന്. ചൈനീസ് പേരുകൾ, ജപ്പാൻ പേരുകൾ, അമേരിക്കൻ പേരുകൾ ഡിക്ഷണറിയിൽ നോക്കി, ഓക്സ്ഫോർഡ് ഡിക്ഷണറി അടക്കം അതിലൊക്കെ നോക്കിയിട്ട് പേരിടുന്നു. അർത്ഥം ചിന്തിക്കുന്നില്ല, ഇതൊരു മഹദിയുടെ പേരാണെന്ന് നോക്കുന്നില്ല. മുമ്പൊക്കെ ഖദീജ, ഫാത്തിമ, നഫീസ, ആയിഷ ഈ പേരുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പേര് വെക്കപ്പെട്ട ആളുകളൊക്കെ ഉഷാറായിപ്പോയി. അപ്പൊ പേരിൽ കാര്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അഫ്ലഹ് എന്നൊരാളെ പേര് വിളിച്ചു. ആ അഫ്ലഹ് എന്ന പേര് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ വിജയിച്ചല്ലോ, അഫ്ലഹ വിജയിച്ചല്ലോ. എന്താ അഫ്ലഹ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവനാണ്. അപ്പൊ നല്ല പേര് വെച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പുകഴ്ത്തി. മോശമായ പേര് വെക്കപ്പെട്ടത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തിരുത്തി കൊടുത്ത ചരിത്രവുമുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് മഹദിമാരുടെ പേര് വെച്ചാൽ ജീവിതത്തിൽ അതിൻ്റെ ബർക്കത്തും സന്തോഷവും നമ്മൾ കാണും. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നാമുമായി ബന്ധപ്പെട്ടവർക്ക്, നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിൽ മഹാന്മാരുടെ മഹദികളുടെ പേര് വെക്കുക. നഫീസ റളിയല്ലാഹുവിൻ്റെ പേര് നല്ല പേരാണ്, നഫീസത്തുൽ മിസ്രിയ. അത് അങ്ങനെ തന്നെ വെച്ചാൽ അവിടുത്തെ പൊരുത്തം നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് മഹദിയുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലസീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. لا أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ബീവിയുടെ പേര് എഴുതി വെക്കുക. സയ്യിദത്ത് നഫീസത്തു ബിന്ത് സയ്യിദ് ഹസൻ അൻവർ എന്നാണ് പേര്. സയ്യിദത്തു നഫീസ ബിന്ത് സയ്യിദ് ഹസൻ അൻവർ.
അപ്പോൾ അവിടുത്തെ ഉപ്പാന്റെ പേര് സയ്യിദ് ഹസൻ അൻവർ. സയ്യിദ് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ കുറിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരമ്പരയിൽ ജനിച്ച ആളുകൾക്കാണ് തങ്ങന്മാര്. അവരെ പേരിന്റെ കൂടെ ആണാണെങ്കിൽ സയ്യിദ് എന്ന് ചേർക്കും. അതുപോലെ സ്ത്രീകളാണെങ്കിൽ സയ്യിദത്ത് എന്നും ചേർക്കും. അപ്പൊ നഫീസ മിസ്രി അഹ്ലു ബൈത്തിൽപ്പെട്ട മഹദി ആണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ബോധ്യമായി. കാരണം അവിടുത്തെ ഉപ്പാന്റെ പേര് സയ്യിദ് ഹസൻ അൽ അൻവർ എന്നാണ്. പരമ്പര ചെന്നെത്തുന്നത് എവിടേക്കാണ്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീവിയുടെ പ്രിയതമൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനിലേക്കാണ് പരമ്പര ചെന്നെത്തുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളിലേക്കാണ് ബിബി നഫീസ റളിയല്ലാഹു അൻഹയുടെ പരമ്പര ചെന്നെത്തുന്നത് എന്നുകൂടി സഹോദരിമാരെ ഇങ്ങ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നഫീസ മിസ്രിയുടെ ഉപ്പാന്റെ പേര് നമ്മൾ പഠിച്ചു, സയ്യിദ് ഹസൻ അൽ അൻവർ എന്നാണ്. ഉപ്പാന്റെ ഉപ്പാരാണ്, വല്യുപ്പാരാണ്, അതുകൂടി പഠിക്കാം. അസയ്യിദ് അസ്സയ്യിദ് അൽ അബ്ലജ് ഇബ്നു ഹസൻ സബ്ത് എന്നാണ് അവിടുത്തെ വല്യപ്പയുടെ പേര്. സയ്യിദ് സയ്യിദുൽ അബ്ലജ് ഇബ്നു അൽ ഹസൻ അസിബ് എന്നാണ് ബഹുമാനപ്പെട്ട നഫീസ റളിയല്ലാഹു അൻഹയുടെ വല്യപ്പയുടെ പേര്. അപ്പം മഹദിയുടെ നസബ് നമ്മൾ പഠിച്ചു, ഉപ്പ ആരാണെന്ന് പഠിച്ചു, വല്യപ്പ ആരാണെന്നും പഠിച്ചു. അള്ളാഹു മഹദിയുടെയും അവിടുത്തെ അഹ്ലു ബൈത്ത് കുടുംബം, അവിടുത്തെ പൊരുത്തമൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ ഒക്കെ പരമ്പര ചെന്നെത്തുന്ന അലി തങ്ങളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ ഉപ്പാപ്പ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മൾ ഓതിയ ഫാത്തിഹ, മുഅവ്വിദത്തൈനി, ഇഖ്ലാസ് എല്ലാം മഹദിയുടെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ച് അവിടുത്തെ പൊരുത്തം നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനുകളൊക്കെ അള്ളാഹു ദൂരീകരിച്ച് ഒഴിവാക്കി തന്ന് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ ക്ലാസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നതാക്കട്ടെ. അള്ളാഹു ഇതുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം നാഫിയായി ഒരുപാട് നേടാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പഠിച്ചതും പഠിക്കാനിരിക്കുന്ന ഇൽമൊക്കെ അല്ലാഹു നാളെ ഖബറിലേക്കും ആഖിറത്തിലും ഉപകരിക്കുന്നതാകട്ടെ. മഹദിയുടെ കൂടെ ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടു കൂടി ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.